സൈക്കിളിൻ്റെ അടുത്ത ഭാഗം. 1956 ഞാൻ MA ബിരുദം നേടി. 2ാം ക്ലാസ് ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ വെങ്കിടേശ്വരൻ്റെ വാത്സല്യവും സ്വാധീനവും മൂലവും ഒരു പ്രൈവറ്റ് കോളേജിൽ അധ്യാപകനുമായി ജോലി കിട്ടി. ജോലി കിട്ടിയതിന് ശേഷം ആദ്യമായി ചെയ്തത് സ്നേഹിക്കുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം അവളുടെ അച്ഛനെ അറിയിക്കുകയായിരുന്നു. അദ്ദേഹത്തിനത് സമ്മതമാണെന്നും അവളുടെ പരീക്ഷ കഴിഞ്ഞാലുടൻ നടത്താമെന്നും അറിവ് കിട്ടുകൂടി ചെയ്തതോടുകൂടി ഉലകം കീഴടക്കിയ ഉത്സാഹമായി. 2 വർഷം കഴിയണം, എന്നാലും സാരമില്ല, പതുക്കെ പ്ലാനിടാം. തുടർന്നായിരുന്നു കത്തിടപാടുകൾ. എല്ലാ ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും അന്യോന്യം അറിയിച്ചും രൂപപ്പെടുത്തിയും പരിപാടികൾ ആവിഷ്കരിച്ചു. പരസ്പരം എത്രമാത്രം അനിവാര്യരായി കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം ഇരുവരും കൂടുതൽ ബോധ്യപ്പെടുത്തിയതായിരുന്നു ആ കാലങ്ങൾ. ആ കാത്തിരിപ്പിൻ്റെ അവസാന നാളുകളിൽ അപ്രതീക്ഷിതമായ ഒരു മഹാഭാഗ്യവും വീണുകിട്ടുകയുണ്ടായി. പരീക്ഷാഫലം അറിഞ്ഞു കഴിഞ്ഞ ഉടനെ ഞാൻ ജോലി ചെയ്തിരുന്ന അതേ പ്രൈവറ്റ് കോളേജിൽ തന്നെ ജോലിക്കായി അവളും വന്നു. ആനന്ദലബ്ധിക്കിനി എന്തു വേണമല്ലേ? അന്നത്തെ പ്രൈവറ്റ് കോളേജ് അധ്യാപകൻ്റെ 125 രൂപ വേതനത്തിൻ്റെ അപര്യാപ്തതയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ അന്ന് തന്നെ ഒന്നിച്ച് ജീവിതം തുടങ്ങിയേനെ എന്നാണെൻ്റെ വിശ്വാസം. മാത്രവുമല്ല, അല്പം കൂടി കാത്തിരിക്കാൻ വേറൊരു കാരണവുമുണ്ടായിരുന്നു. എനിക്ക് സർക്കാർ ഉദ്യോഗത്തിന് PSC സെലക്ഷനായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കിട്ടി ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സംഗതി കൂടുതൽ എളുപ്പമാവുമല്ലോ. എന്നാൽ ആ ജോലിയിൽ പ്രവേശിക്കുവാൻ ഞാൻ സ്ഥലം വിട്ടുകഴിഞ്ഞപ്പോഴാണ് അതിനീചമായ ചതി നടന്നത്. അവളുടെ വീട്ടുകാർക്കും സമ്മതമാണെന്ന അലംഭാവത്തിൽ കഴിഞ്ഞിരുന്ന എന്നെ എല്ലാ അർത്ഥത്തിലും വഞ്ചിച്ചുകൊണ്ട് അവളുടെ വീട്ടുകാർ അതീവ രഹസ്യമായി വേറെ വിവാഹ പരിപാടികളുമായി മുന്നോട്ട് നീങ്ങി. വളരെ ആസൂത്രിതവും നിഗൂഢവുമായ രീതിയിൽ. പൊട്ടും പൊടിയും മണത്തറിഞ്ഞ അവൾ എനിക്കെഴുതി ഉടൻ ഔദ്യോഗികമായ വിവാഹാലോചനയുമായി വീട്ടുകാരെ അയക്കണമെന്ന്. അന്ന് തന്നെ ഞാൻ പോയി അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്തു. മഹാകവി G. ശങ്കരക്കുറുപ്പും എൻ്റെ അമ്മാവനുമായിരുന്നു ആലോചനയ്ക്ക് പോയത്. കുറുപ്പുമാരുടെ കവിതയിലാണല്ലോ ഈ പ്രണയത്തിൻ്റെ തുടക്കം. അതുകൊണ്ട് അതിൻ്റെ ശുഭാപ്തിക്ക് മാസ്റ്റർ കൂടി എത്തിയത് നല്ലൊരു നിയോഗവും ശകുനവുമായി എന്ന് വിചാരിച്ചു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, മാസ്റ്ററും അമ്മാവനും ചെന്നത് അവളുടെ മാതൃപിതാവിൻ്റെ ആകസ്മിക മരണമുണ്ടായ ദിവസമായിപ്പോയി. വിവാഹാലോചനക്കാർ ചരമാന്വേഷകരായി രൂപപ്പെട്ട് മടങ്ങി. വീട്ടുകാരുടെ പുരയും മരണാനന്തര ക്രിയകളും കഴിയട്ടെ, അതിനുശേഷമാവാം വിവാഹാലോചന എന്നവർ എന്നെ ആശ്വസിപ്പിച്ചു. പക്ഷേ അതൊന്നും കഴിയുവാൻ അവരുടെ വീട്ടുകാർ കാത്തിരുന്നില്ല. അവർ വിവാഹ നിശ്ചയവുമായി വളരെ ദൂരെ മുന്നോട്ടു പോയി. അവളെ ഉദ്യോഗം രാജിവെച്ച് വീട്ടുതടങ്കലിലാക്കി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടുവാനുള്ള ഒരവസരവും ഇല്ലാതാക്കുകയും ചെയ്തു. എന്നേക്കാൾ എന്തുകൊണ്ടും ധനശേഷിയുള്ള, വിദേശത്ത് കൂറ്റൻ ശമ്പളവുമുള്ള സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു അവർ കണ്ടുപിടിച്ച പുതിയ വരൻ. ഇത്രയും യോഗ്യനായ ഒരാളെ കിട്ടിയ സ്ഥിതിക്ക് പിന്നെ എന്തിനിവൻ എന്നവർ ആലോചിച്ചിരിക്കാം. വെറുമൊരു ചെറുകിട സർക്കാരുദ്യോഗസ്ഥൻ മാത്രമായ ഇവൻ സ്വന്തം കുട്ടിയോടുള്ള സ്നേഹം അങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്നും അവർ ധരിച്ചിരിക്കാം. ഞാൻ ആകെ വലഞ്ഞു. എങ്ങനെ അവളുമായി ഒന്ന് ബന്ധപ്പെടും? ഒടുവിൽ ഒരു വിദ്യ കണ്ടെത്തി. അവളുടെ വീട്ടുകാർക്കും അടുത്തു പരിചയമുള്ള വൃദ്ധയായ ഒരു ടീച്ചർ വിവാഹാന്വേഷണങ്ങൾക്ക് ചെല്ലുന്നു എന്ന മട്ടിൽ ചെന്ന് സൂത്രത്തിൽ എൻ്റെ കത്ത് അവൾക്ക് നൽകി. എഴുത്തിൽ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഈ ടീച്ചറിനെ യാത്രയാക്കാനെന്ന മട്ടിൽ പുറത്തെ പടിപ്പുര നടക്കൽ വരെ അവരോടൊപ്പം വരൂ. വെളിയിൽ കാത്തുകിടക്കുന്ന കാറിൽ അവരോടൊപ്പം അതിവേഗത്തിൽ കയറിക്കൊള്ളൂ. ഞാൻ അതിലുണ്ടാവും. നമുക്ക് തനിച്ച് ഒരു ജീവിതം ഉണ്ടാക്കാനുള്ള തൻ്റെടമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ബാക്കി നേരിൽ. പക്ഷെ അവൾക്ക് പടിപ്പുര വരെ വരുവാനുള്ള തൻ്റെടം പോലും ഉണ്ടായില്ല. ടീച്ചറോട് പറഞ്ഞത്രേ, മോഹനോട് പറയൂ, ലോകം പരന്നതാണ്, എന്നേക്കാൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ടവളും കൂടുതൽ സുന്ദരിയും സുശീലയുമായ പെൺകുട്ടിയെ കിട്ടുമെന്ന്. ടീച്ചർ സ്വന്തമായ ഒരു ഭീഷണി ചൂണ്ടിക്കാട്ടി. മോഹനൻ്റെ കയ്യിൽ കുട്ടിയുടെ ഒരുപാട് കത്തുകളും ഫോട്ടോകളും ഒക്കെ ഉണ്ടാവില്ലേ? ആണുങ്ങളല്ലേ, ഇടംബലം നോക്കാതെ തിരിച്ചടിച്ചാൽ കുട്ടിയുടെ ജീവിതം താറുമാറാകില്ലേ? അപ്പോൾ പറഞ്ഞത്രേ, ടീച്ചറിന് എനിക്കറിയണ മാതിരി മോഹനെ അറിയില്ലല്ലോ.
ഒരിക്കലും എനിക്കെതിരായി അങ്ങനെയൊന്ന് അവിടെ നിന്നുണ്ടാവില്ല. എന്നെ അത്രയ്ക്ക് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അച്ഛനമ്മമാരും കാർന്നോന്മാരും കൂടി തീരുമാനിച്ചതിന് എതിര് നിൽക്കാൻ എനിക്കാവില്ലെന്ന് മോഹന് മനസ്സിലാവാണ്ട് വരില്ല. എല്ലാ ഐശ്വര്യവും ഉണ്ടാവാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നും പറഞ്ഞോളൂ. എൻ്റെ മനംനൊന്ത പ്രാർത്ഥനയാ ഫലിക്കാണ്ട് വരില്ല നിശ്ചയം. വിവരിച്ചപ്പോൾ ആ ഒടുവിലത്തെ വാക്യത്തിൻ്റെ അർത്ഥവിസ്തൃതി ആലോചിച്ചാവാം ടീച്ചർ പരിഹാസത്തോടെ ചിരിച്ചു. ഞാൻ ആകെ തളർന്നു. വഴിയിൽ ഇങ്ങനെ ഒരു വെട്ടിത്തിരിവ് ഉണ്ടാകുമെന്ന് കരുതിയതേയില്ല. ആ രാത്രി ഭീതിതമായിരുന്നു. വാടകമുറിയിൽ തനിച്ചിരുന്ന് കരഞ്ഞ് നേരം വെളുപ്പിച്ചു. ശരിക്ക് ഒറ്റക്കിട്ടിട്ടാണല്ലോ പോയിരിക്കുന്നത്. സ്വന്തം പരിതാവസ്ഥയുടെ ഗതികേടിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന വെറും രാഷ്ട്രീയക്കാരനായിരുന്ന ഒരു യുവാവിനെ അവൾ സ്വന്തം പ്രവൃത്തി മേഖലകളുടെ യഥാർത്ഥ ഭൂമി കാട്ടി നയിച്ചു. അവന് ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാക്കി കൊടുത്തു. പരമമായ ആത്മനിഷ്ഠതയോടെ സത്യസന്ധതയോടെ ജീവിതാവിഷ്കാരം നടത്തി. ലോകത്തെയും ജീവജാലങ്ങളെയും പ്രപഞ്ചത്തെ തന്നെയും സ്നേഹിക്കുവാൻ പഠിപ്പിച്ചു. ഒരെഴുത്തുകാരനാകുക എന്ന വലിയ ലക്ഷ്യം മുന്നിൽ മലർക്കെ തുറന്നു വച്ചു. സ്വയം കണ്ടെത്തുവാൻ പ്രേരിപ്പിച്ചു. വേറെ ആരും ഒരിക്കലും കൂട്ടിനില്ലാത്ത തീവ്രനൊമ്പരങ്ങളുടെയും അസ്വാസ്ഥ്യങ്ങളുടെയുമായ ആ ഏകാഗീതയിൽ കൂട്ടിന് താനുണ്ടാകുമെന്ന് ഉറപ്പിച്ച് ഉത്തേജിപ്പിച്ച് ഉത്സാഹിപ്പിച്ചു. എന്നിട്ടിപ്പോൾ ഒറ്റക്കിട്ടിട്ട്, ശരിക്കും ഒറ്റക്കിട്ടിട്ട്, പുതുതായി കിട്ടിയ ലക്ഷ്യബോധത്തോടെ എല്ലാം പതുക്കെ പതുക്കെ അടിത്തറ ഉറപ്പിച്ച് പണിതുയർത്തി വരികയായിരുന്നു. ഒരു ഉദ്യോഗം സ്വീകരിച്ചതുപോലും അതിനായിരുന്നു. എന്നിട്ടിപ്പോൾ ഒറ്റക്കിട്ടിട്ട്, തനിയെ കളഞ്ഞിട്ട്. വ്രണിത വികാരങ്ങളുടെ വിരൂപ ദൗർബല്യങ്ങളും ഭാവുകത്വ ഭീരുതകളും നിറഞ്ഞ ഒരു വിടവാങ്ങലിൻ്റെ ദയനീയതയില്ലായിരുന്നു എന്നുള്ള താൽക്കാലിക സ്വാന്തനം മാത്രമുണ്ടായിരുന്നു. പഴയ കത്തുകളും പാരിതോഷികങ്ങളുമൊക്കെ തിരിച്ചു തന്ന് എന്നെ മറക്കണം എന്ന അപേക്ഷയുമായി തളർന്നു നിൽക്കുക. അല്ലെങ്കിൽ ഒന്നും മിണ്ടുവാനാകാതെ ഇടയ്ക്കിടയ്ക്ക് മാത്രമൊരിക്കൽ മുഖം തെല്ലുയർത്തി കണ്ണുകൾ കൊണ്ടല്ല കണ്ണുനീർ കൊണ്ടെന്ന പോലെ താന്തമായി നോക്കി നെടുവീർപ്പുകളോടെ കാതരഭാവത്തിൽ സാന്ദ്രമൗന ഭാഷയിൽ യാത്ര പറയുക. അങ്ങനെയെങ്കിൽ അപ്പോൾ അറിയാതെ അവളുടെ കൈത്തലത്തിൽ അമർത്തിപ്പിടിച്ച് മെയ്യോട് ചേർത്ത് നിർത്തിപ്പോകുമായിരുന്നില്ലേ? അറിയാതെ മുറിയിലേക്ക് ചാഞ്ഞേക്കാവുന്ന അവളെ ഗാഠം പുണർന്ന് ഇല്ല, ഒരിക്കലും വിട്ടുതരില്ല എന്നീ ലോകത്തെ നോക്കി ആപത്കരമായ സാഹസികതയോടെ വെല്ലുവിളിക്കുമായിരുന്നില്ലേ? ഇല്ലല്ലോ, ഉണ്ടായില്ലല്ലോ, ഒന്നും വേണ്ടി വന്നില്ലല്ലോ. എങ്കിലുകളുടെ സാധ്യതകളെപ്പറ്റിയും വെല്ലുവിളികളെപ്പറ്റിയും ആലോചിക്കുകയേ വേണ്ടി വന്നില്ലല്ലോ. ഉൾക്കളത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാനാകുമായിരുന്നില്ല. ചോരയും നീരും വാർന്നൊഴുകുന്ന ദയനീയ ദൃശ്യമായിരുന്നു അത്. എന്തൊരു സ്വാധീനവും സാന്നിധ്യവുമായിരുന്നു അവൾ എന്ന് വേദനയോടെ ഓർമ്മിച്ചു നിന്നു. ഒടുവിൽ തീരുമാനിച്ചു, ഒരു കത്തെഴുതാം. ഒടുവിലത്തെ കത്ത്. കുറേ ഭാരവും മനോവ്യഥയും ഒരുപക്ഷെ ഒഴിഞ്ഞു കിട്ടിയെന്നും വരാം. വെട്ടിയും തിരുത്തിയും കുറിച്ചും ചേർത്തും ഒടുവിൽ എഴുതി തീർത്തു. ഒടുവിലത്തെ കത്ത്. ഇതുവരെ സംബോധന ചെയ്തിരുന്നത് പോലെ തന്നെ തുടങ്ങട്ടെ. ചക്കി, ഞാൻ ആകെ തളർന്നിരിക്കുന്നു. സ്വയം സ്വാന്തനിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. നിന്റെ സംഭൃത രീതികളിൽ നിന്ന് നീ എന്നും ആവർത്തിക്കാറുള്ളതുപോലെ തൂത്താൽ പോകാത്ത തലയിലെഴുത്ത്. വിധി, ഈശ്വര നിശ്ചയം അല്ലേ? എങ്കിലും ഞാൻ ചോദിക്കട്ടെ, മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ നാം ജീവിക്കേണ്ടത്? വേറെ ചിലർക്ക് വിഷമവും വേദനയും തോന്നിയാലും നമ്മളുടെ ജീവിതം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നാം തന്നെയല്ലേ തിരഞ്ഞെടുക്കേണ്ടത്? നീ എന്തിനിത് മറക്കുന്നു? എന്നും നീ പേടിക്കുട്ടിയായിരുന്നു. ആ പേടിയാണോ നിന്നെ കൊണ്ടിത് ചെയ്യിച്ചത്? ആ പേടിയെ വെല്ലാനുള്ള ധൈര്യവും ശക്തിയും എൻ്റെ സ്നേഹത്തിന് നൽകുവാൻ കഴിഞ്ഞില്ലെന്നോ? സങ്കടമുണ്ട്. എങ്കിലും പരിഭവമോ പകയോ ഇല്ലാതെ ഒരു കാര്യം തുറന്നു പറയുന്നു. എത്ര പുണ്യപൂരിതവും പൂജനീയവുമായ ഒരു ശുദ്ധ സ്വാത്വിക സ്നേഹലഹരിയായിരുന്നു നമ്മുടേത്. ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്തവരായിരുന്നു നമ്മൾ. 2 വിദൂര ഗ്രാമീണ പശ്ചാത്തലങ്ങൾ, 2 ജാതീയ ജന്മങ്ങൾ. എങ്കിലും നമ്മൾ പരസ്പരം കണ്ടെത്തി. സ്നേഹിക്കുവാനാകുമെന്ന് നാം സ്വയം പഠിപ്പിച്ചു. അതിലൂടെ സ്വർഗീയ സുഖത്തിൻ്റെ ഉത്കർഷ സോപാനങ്ങളിലെത്താമെന്ന് അറിയുകയും ചെയ്തു. ആ സ്നേഹം എന്നെ മഹിമയുടെയും നന്മയുടെയും ഉദാരതയുടെയും നിസ്വാർത്ഥവുമായ ഒരുപാട് കാണാപ്പുറങ്ങൾ കാട്ടിത്തന്നു. എൻ്റെ സ്വഭാവഘടനയ്ക്കും ശീലങ്ങൾക്കും സമീപന സമ്പ്രദായങ്ങൾക്കും പെരുമാറ്റ രീതികൾക്കും അത് നൽകിയ ഗുണപരമായ സ്വാധീനവും സംഭാവനയും ഒരിക്കലും മറക്കാനാവുകയില്ല. ഭൂമിയിലെ അന്യഥാവ്യർത്ഥമായ ഒരു പുരുഷായുസ്സിൽ ഇത് ഒരപൂർവ സൗഭാഗ്യമാണ് എന്ന് തിരിച്ചറിയുന്നു. നന്ദി.
എന്നെങ്കിലും ഒരിക്കൽ വീണ്ടും കാണുകയായി ആണെങ്കിൽ അന്നും ഇതേ നന്ദി നിറഞ്ഞ സ്നേഹഭാവത്തോടെ നോക്കുവാനാകും എൻ്റെ പരിശ്രമം. ലേശം കണ്ണീർ പുരണ്ട നോട്ടമായാലും നീ ക്ഷമിക്കണം. എൻ്റെ മനസ്സ് നിറയെ അപ്പോൾ ഒരു വസന്തത്തിൻ്റെ ഓർമ്മകളായിരിക്കും. എവിടെയോ ഏതോ ഒരു പാർക്കിലെ ഏകാന്തതയിൽ ചുവന്ന പൂക്കളാൽ വിരിപ്പന്തലിട്ട് നിന്ന കരുണാർദ്രനായ ആ വാഗമരത്തിൻ്റെ ചുവട്ടിലെ തണലിൽ പാവം അമ്മൻ്റെ നിശബ്ദ സാന്നിധ്യത്തിൽ നമ്മൾ ഒന്നിച്ചു പങ്കിട്ട മായിക വസന്തത്തിൻ്റെ ഹൃദയഹാരിയായ ഓർമ്മകൾ. പരസ്പരം പഠിച്ചും സ്നേഹത്തിൻ്റെ ഗംഭീര ഉദാരഛായയിലൂടെ വളർന്നും വലുതായ നമ്മൾ ഒന്നു ചേർന്ന് കവർന്നെടുത്ത വിലപ്പെട്ട ദിവസങ്ങൾ. ഒരുപക്ഷെ അപ്പോൾ ശരൽക്കാലവാനത്തിൻ്റെ ശൂന്യവിസ്തൃതികളുടെ വിദൂര പ്രാന്തങ്ങളിൽ എവിടെയോ യാദൃച്ഛികമായി എത്തുന്ന കറുകറുത്ത വഴക്കാളി മേഘങ്ങളുടെ തമ്മിൽ തല്ലിലുണ്ടായ തരളനാദത്തിൻ്റെ താഴ്ന്ന സ്ഥായിയിലുള്ള മുഴക്കം വന്ന് തൊട്ടുവിളിച്ചതുപോലെ നിന്റെ മനസ്സിലും ഏതോ പഴയ ഓർമ്മയുടെ പടിവാതിൽ തുറന്നു എന്ന് വരാം. അറിയാതെ നീയും അതേ പഴയ സ്നേഹഭാവത്തിൽ തിരിച്ചു നോക്കി എന്നും വരാം. എൻ്റെയും നിൻ്റെയും പുരാതന സ്നേഹവാഞ്ചകൾ അന്തരീക്ഷത്തിലൂടെ അലയവേ അന്യോന്യം കണ്ടുമുട്ടി എന്നും വരാവുന്നതാണല്ലോ. അപ്പോൾ ഏതോ പ്രാചീന പ്രേരണയുടെ കരുണാർദ്രതയിൽ അവ പരസ്പരം ആശ്ലേഷിച്ചാലോ? ആ ആലിംഗനത്തിൽ നമ്മൾ രണ്ടുപേരും മാത്രം സ്വകാര്യ സ്വത്തായ ഒരുപാട് അനുഭവങ്ങൾ ഹരിതമുകുളങ്ങളാകുന്നതും നാനാവർണ്ണപൂർണമായ പൂക്കളാകുന്നതും മനമയക്കുന്ന സുഗന്ധമായി പരക്കുന്നതും ഞാൻ കാണുന്നു. ഞാൻ വല്ലാതെ അമ്പരന്ന് നിന്നു പോകുന്നു. ഞാൻ ഇനിയും ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു ചക്കി. ആ എഴുത്ത് കിട്ടിയതിന് ശേഷമാവും ഒരു ദിവസം അപ്രതീക്ഷിതമായി ഓഫീസിലെ ക്യാബിനിൽ കയറി വന്നു. ഉച്ച കഴിഞ്ഞ് തിരക്കില്ലാത്ത സമയമായിരുന്നു. ഏതോ നിർജീവമായ ഫയലിൻ്റെ ആമുഖാക്ഷരങ്ങളിൽ കണ്ണോടിക്കുകയാണെന്ന വ്യാജഭാവത്തിൽ സ്വന്തം വിധി വൈപരീത്യത്തെപ്പറ്റിയും തലയിലെഴുത്തിനെപ്പറ്റിയും വ്യാകുലപ്പെട്ടിരിക്കവേ PA ഫോണിൽ പറഞ്ഞു, ഒരു വിസിറ്ററുണ്ട്. സന്ദർശക സമയമായിരുന്നില്ലെങ്കിലും സ്വന്തം മൗനത്തിനൊരു താൽക്കാലിക വിരാമമാകുമല്ലോ എന്നുകൂടി കരുതി പറഞ്ഞു, ശരി, വന്നുകൊള്ളട്ടെ. തുടർന്ന് ക്യാബിൻ്റെ ഹാഫ് ഡോർ തുറന്നടയുന്ന ശബ്ദവും കേട്ടു. പതിവ് പോലെ സർക്കാരാവശ്യത്തിന് വരുന്ന സന്ദർശകരാരെങ്കിലും ആകാമെന്ന വിചാരത്തോടെ ഫയലിൽ നിന്ന് തല ഉയർത്തി അലസമായി നോക്കി. പൊടുന്നനെ വീണ്ടും നോക്കിപ്പോയി. ഒരു നിമിഷ നേരത്തെ സ്തംഭിത വൈഷമ്യം കണ്ണുകളെയും മനസ്സിനെയും അമ്പരപ്പിച്ചു. എത്ര അപ്രതീക്ഷിതം! അവൾ ശൂന്യതയിൽ നിന്ന് പൊട്ടി വീണതുപോലെ അവൾ പതുക്കെ എഴുന്നേറ്റ് നിന്ന് ആശ്ചര്യം വിടർത്തി വലുതാക്കിയ മിഴികളോടെ നോക്കി തരിച്ചു നിന്നു. ഇല്ല, തനിക്ക് തെറ്റിയിട്ടില്ല. അവൾ തന്നെ. എല്ലാം പഴയതുപോലെ. കാമുകന്റെ വിഡ്ഢിഭാവനയിൽ കണ്ടിരുന്ന എല്ലാ സദ്ഗുണങ്ങളും ശാരീര സൗന്ദര്യഭാവങ്ങളും തികഞ്ഞു തന്നെ. രാവിലത്തെ ചന്ദനക്കുറിയുടെ ചരമക്കുറിപ്പ് പോലും നെറ്റിയിലുണ്ട്. ഒരാജന്മ ജൈവ സ്വഭാവം. ഇടയ്ക്കിടയ്ക്ക് ചെവിപ്പുന്നിലേക്ക് മാടി ഒതുക്കാറുള്ള മുടിച്ചുരുളുകൾ കൈവിരലുകളെ കാത്ത് ഇരുകവിളിലും വീണുകിടക്കുന്നു. പുറത്തെ വെയിൽച്ചൂടിൻ്റെ കാഠിന്യം കൊണ്ടാവും കവിളുകൾ കൂടുതൽ ചുവന്നു തൊടുത്തിട്ടുണ്ട്. രണ്ടാളും പരസ്പരം അങ്ങനെ നോക്കി നിന്നു. കുറെ നേരം കണ്ണുകൾ അറിയാതെ ഉടക്കി വെറുതെ നിന്നു. പ്രതിസുത വധു 20കാരി പെൺകുട്ടിയും 23 വയസ്സുകാരൻ വിവശൻ ആ തിരസ്കൃത കാമുകനും. അയാൾക്ക് ഒരുപാട് ഉത്തരങ്ങൾ കിട്ടേണ്ടതുണ്ടായിരുന്നിട്ടും അവൾക്ക് വളരെയേറെ വിശദീകരണങ്ങളും സാധൂകരണങ്ങളും നൽകുവാനുണ്ടായിരുന്നിട്ടും പരസ്പരം ഒന്നും മിണ്ടുവാനാകാതെ അങ്ങനെ നോക്കി നിന്നു. പിന്നെ ഏതോ യുഗാന്ത്യത്തിൽ അജ്ഞാതമായ ഏതോ ഉൾപ്രേരണയുടെ തിരിച്ചറിവ് കൊണ്ടോ കുറ്റബോധം കൊണ്ടോ അവളുടെ കണ്ണുകൾ പിൻവാങ്ങി. പക്ഷേ മുന്നിലെ നിശബ്ദത അപ്പോഴും നിറഞ്ഞു മുറ്റി നിൽക്കുന്നതേ ഉള്ളൂ എന്നറിഞ്ഞപ്പോൾ മനം മുട്ടി. ആ നിശബ്ദതയുടെ നിർമ്മമത്വത്തെ അഭിമുഖീകരിക്കുവാനായിരുന്നല്ലോ വളരെയേറെ ആലോചനകളുടെ ഒടുവിൽ ഇവിടെ വന്നെത്തിയത്. അയാളുടെ നിശ്ചലമായ മുഖവേശികളും നിശ്ചേദമായ നയനങ്ങളും കണ്ട് സംഭ്രമിച്ചു. ഒരുപക്ഷെ തിരിച്ചറിഞ്ഞില്ലെന്ന് വരുമോ, അതോ അങ്ങനെ ഭാവിക്കുന്നതോ? പൊടുന്നനെ അവൾക്ക് പേടിയും പശ്ചാത്താപവും തോന്നി. വേണ്ടായിരുന്നു, വരേണ്ടതില്ലായിരുന്നു. മനഃപൂർവ്വമായിരുന്നു ഈ ഓഫീസ് സ്ഥലവും സമയവും തിരഞ്ഞെടുത്തത്. വേറെ എവിടെയായാലും നേരിടേണ്ടി വരുന്ന വികാര വൈഷമ്യങ്ങൾ വളരെയേറെ ഒഴിവാക്കാം.
ഉത്തരങ്ങൾ പറയാതെ കഴിക്കാം. വിശദീകരണങ്ങൾ വേണ്ടെന്ന് വയ്ക്കാം. കാണണമെന്ന നിശ്ചയവും പറയേണ്ടത് പറയാനുള്ള രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുമെന്ന മോഹവും നടക്കുകയും ചെയ്യും. മനസാക്ഷിക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടും. എന്നാൽ ഇപ്പോൾ ഇതാ ഇവിടെ ഉദ്ദേശിച്ചതുപോലെ ഒന്നുമല്ലല്ലോ കാര്യങ്ങൾ. ഒന്നും പറയാനുമാകുന്നില്ല. മനസ്സിൽ തയ്യാറാക്കി ഉറപ്പിച്ചു വെച്ചിരുന്ന വാക്കുകളുടെ അപര്യാപ്തത കുഴയ്ക്കുന്നു. ആ വാക്കുകൾ പോലും നാവിൻ തുമ്പിൽ എത്തുന്നതുമില്ല. അവിചാരിതമായി മറ്റൊന്നുകൂടി. മേശയ്ക്ക് പിന്നിലായി എഴുന്നേറ്റ് നിൽക്കുന്ന തരളഭാവവിവശനായ ഈ യുവാവ് അല്പനാൾ മുമ്പുവരെ തനിക്ക് ആരായിരുന്നുവെന്നും എന്തായിരുന്നുവെന്നുമുള്ള ഓർമ്മ പ്രായപൂർത്തിയുടെ പരിസരപരിധിയിൽ എത്തിപ്പെട്ട് കഴിയുക മാത്രം ചെയ്തിട്ടുള്ള ആ ഇളം പെൺഹൃദയത്തിൽ എവിടെ നിന്നറിയാതെ ഇരച്ചുകയറി. മുന്നിലെ ആ മുഖവും ഭാവവും അവളെ ആഴത്തിൽ സ്പർശിക്കുകയും തളർത്തുകയും ചെയ്തു. ഇല്ല, ഇതിങ്ങനെ കൂടുതൽ നേരം താങ്ങുവാൻ വയ്യ. ഈ സന്നിഗ്ധത നീട്ടുവാൻ വയ്യ. എടുത്തുറപ്പിച്ചു വന്ന എല്ലാ തീരുമാനങ്ങളും ഒരുപക്ഷെ തകർന്നു വീണേക്കും. താൻ തന്നെ കുഴഞ്ഞു വീണേക്കും. അതിന് അനുവദിച്ചുകൂടാ. അതിനല്ലല്ലോ വന്നതും. എവിടെ നിന്നോ ലേശം ധൈര്യം കവർന്നെടുക്കുവാൻ കഴിഞ്ഞുവെങ്കിലും താഴേക്ക് നോക്കി തറക്കല്ലുകളോടെന്നവണ്ണം മാത്രമേ പറയാനായുള്ളൂ. ഞാൻ ഞാൻ ഇത് ഞാനാണ്. ഏതു ഞാൻ എന്ന് ചോദിച്ചെങ്കിലോ എന്ന് ഭയന്ന് നിൽക്കെ മുഖത്തെ സംഭ്രാന്തിയും കണ്ണുകളിലെ അവിശ്വസനീയതയും കുടഞ്ഞുകളയാൻ പാടുപെട്ടുകൊണ്ട് അയാൾ പറഞ്ഞു, നീ 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 തന്നെയാണില്ലേ? ആ മറുപടിയിലെ അക്ഷരവിടവുകളിലൂടെ ചിതറിയ വികാരശകലിതങ്ങളും അതിൻ്റെ മുഖരിത ശബ്ദങ്ങളും അവളുടെ അന്തർഭീതിയിൽ കുഴിമരങ്ങളുണ്ടാക്കി. ഊരാക്കുടുക്കിൻ്റെ കയർവട്ടങ്ങൾ ഉള്ളിൽ ഊയലാടി. ഒരു മാത്ര നേരത്തേക്ക് മാത്രം. പിന്നെ അത് ആഴത്തിലെവിടെയോ ഉള്ള ഒരു നൊമ്പരമായി മാറി. നൊമ്പരം ഉൾത്തടത്തിലെ ഉറവകളായി. പഴയ 18കാരി കലാലയ കാമുകിയായി തീരുന്നതുപോലെ, പഴയ സ്വപ്നാടനക്കാരി ആയതുപോലെ. ഇത് പ്രതീക്ഷിച്ചതല്ല. അതിനല്ല വന്നതും. താനൊരു പ്രതിസുത വധുവാണ്. മറ്റൊരുവന്റെ ഭാര്യയാകാൻ പോകുന്നവളുമാണ്. സ്വയം നിയന്ത്രിക്കാനുള്ള അത്യധ്വാനം അവളെ മാനസികമായും ശാരീരികമായും ക്ഷീണിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനെതിരെ പയറ്റിക്കയറിക്കൊണ്ട് അറിയാതെ നിറഞ്ഞുപോയ കണ്ണുകൾ സാരിത്തുമ്പുകൊണ്ട് ഒപ്പി വിളറിയ ഒരു മന്ദഹാസം പണിപ്പെട്ടു വരുത്തി അവൾ നോക്കി. എന്തുകൊണ്ടെന്നറിയില്ല, അയാളുടെ കണ്ണുകളും ആർദ്രങ്ങളായിരുന്നു. ആ നിറഞ്ഞ ആർദ്രതയിൽ സ്വന്തം മുഖം കാണുന്നത് പോലെ വല്ലാത്തൊരു വാത്സല്യത്തോടെയാണ് അയാൾ പറഞ്ഞതെന്ന് അവൾക്ക് തോന്നി. എന്താ എന്താ എന്തുപറ്റി നിനക്ക്? കരയുന്നോ? മണ്ടി ഇരിക്കൂ, ഈ കസേരയിലിരിക്കൂ. മണ്ടി എന്ന സ്നേഹത്തിലും സ്വാതന്ത്ര്യത്തിലും മുക്കിയ ആ വാക്ക് പഴയ പരസ്പര പ്രേമത്തിന്റെ പാരിജാത സുഗന്ധം പുരണ്ട താരാട്ടായിരുന്നുവെങ്കിലും, കിട്ടാത്ത ആലിംഗനത്തിന്റെ ഓർമ്മയായിരുന്നുവെങ്കിലും, സ്വയം നഷ്ടപ്പെടാതെ പിടിച്ചു നിൽക്കുവാനുള്ള പരിഭ്രാന്തമായ പരിശ്രമത്തോടെ അവൾ പതുക്കെ കസേരയിലിരുന്നു. ക്രമേണ തന്നെ വീണ്ടെടുത്തു. നിർമ്മമത്വത്തിന്റെ മുഖാവരണം അണിഞ്ഞു. അപ്പുറത്തിരുന്ന ആൾ അപ്പോഴും അവളെ തന്നെ അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. നീ തന്നെയാണിതെന്ന് എനിക്ക് ഉറപ്പാകുന്നില്ല. പഴയ നീ തന്നെയെന്നോ? എല്ലാം പഴയതുപോലെയെന്നോ? എങ്ങനെ ഇവിടെ എത്തി? എന്തിനിവിടെ എത്തി? മുഖവും കണ്ണുകളും വീണ്ടും സാരിത്തുമ്പുകൊണ്ട് തുടച്ച് മുടിത്തുമ്പുകൾ ചെവിപ്പിന്നിലേക്ക് മാടിയൊതുക്കി അവൾ പറഞ്ഞു, ക്ഷമിക്കൂ, അറിയാതെ കണ്ണു നിറഞ്ഞുപോയി. കരയിക്കുവാനോ അല്ല ഞാൻ വന്നത്. എനിക്ക് വരേണ്ടതുണ്ടായിരുന്നു. വരാതെ നിവർത്തിയില്ലായിരുന്നു. നേരിൽ കാണേണ്ടതും സംസാരിക്കേണ്ടതും ആവശ്യമായിരുന്നു. ഇപ്പോൾ ചോദിച്ചില്ലേ പഴയ നീ തന്നെയോ എന്ന്? ആ പഴയ ഞാൻ തന്നെയാണിതെങ്കിലും എല്ലാം പഴയതുപോലെ അല്ല എന്ന സത്യം എനിക്ക് തന്നെ പറയണമെന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എങ്ങനെയോ അയാൾ മാറി വേറൊരാളായി. മുറിവേറ്റ വർത്തമാനകാല പുരുഷനായി. ഉറപ്പിച്ച് തടുത്തു പറഞ്ഞു, വേണ്ട. കൂടുതൽ കാപട്യത്തിനാണെങ്കിൽ വേണ്ട. ഓർമ്മയിലെങ്കിലും എൻ്റെ പഴയകാല സ്നേഹം പരിശുദ്ധമായിരിക്കട്ടെ. കാമുകി പാവവും നിഷ്കളങ്കയുമായിരിക്കട്ടെ. ദയവായി അവളെ ചീത്തയാക്കുന്നതൊന്നും പറയാതിരിക്കൂ. അവളെ കളങ്കമംഗലയാകാതിരിക്കൂ. മുഖത്തടിച്ചതുപോലെയായിരുന്നു ആ വാക്കുകൾ. പറയാൻ ആഗ്രഹിച്ചതൊന്നും തുടങ്ങുവാൻ തന്നെ സമ്മതിക്കാത്ത ആഘാതമായിരുന്നു അതുണ്ടാക്കിയത്. സ്വന്തം കർത്തവ്യവും ഭാരവും കടപ്പാടും സൂചിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അതുണ്ടാക്കുന്ന നിസ്സഹായത നിവർത്തി കാണിക്കണമെന്നുണ്ടായിരുന്നു.
അതയാൾ അംഗീകരിച്ചില്ലെങ്കിലും മനസ്സിലാക്കിയേക്കാമെന്ന് കരുതുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇനി ഇനി എന്താണ് പറയുക? ഒടുവിൽ ഗദ്ഗദത്തോടെ പറഞ്ഞൊപ്പിച്ചു. ഞാൻ അറിയുന്ന സ്നേഹമയിയും ദയാലുവുമായ ഒരാളെ കാണുവാനായിരുന്നു ഞാൻ വന്നത്. എൻ്റെ സങ്കടം, വേദന, മുറിവുകൾ ഇതൊക്കെ കാണുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന സ്നേഹമയിയായ ഒരാളെ, ദയാലുവായ ഒരാളെ. അയാൾ അവളെ അടിമുടി തുറിച്ചു നോക്കി. വിളറി വെളുത്ത് ചോരയില്ലാത്ത ചിരിയുടെ നിർദ്ദയമായ പകയോടെ ചോദിച്ചു. പറയൂ, എവിടെയാണ് നിന്റെ സങ്കടങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്നത്? വേദന ഏതു നിഗൂഢതയിലാണ്? മുറിവുകൾ ഏതു വസ്ത്രത്താൽ മറച്ചു വെച്ചിരിക്കുന്നു? ഞാനൊന്ന് കാണട്ടെ, അറിയട്ടെ, ദയാലുവും സ്നേഹമയിയുമായി തീരട്ടെ. അയാൾ തുറിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. അവൾക്ക് മിണ്ടാനായില്ല. ഈ മുഖം അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ശബ്ദം അവൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. പതുക്കെ അയാൾ സൗമ്യഭാവം വരുത്തി. വ്യാജസ്നേഹം നിറഞ്ഞ ക്രോധം പുരട്ടിയ പരിഭവത്തിന്റെ വാക്കുകൾ പുല്ലാങ്കുഴിക്കളിയിലെ മഞ്ചാടിക്കുരു പോലെ എണ്ണിപ്പെറുക്കി വിതറി നിറച്ചു. കറുത്ത കണ്ണിന്റെ കയങ്ങളിലോ ചെവിപ്പിന്നിലൊതുക്കാറുള്ള മുടിച്ചുരുളിലോ അങ്ങനെ ഒതുക്കുന്ന വിരൽത്തുമ്പുകളിലോ യൗവനകാന്തിയുടെ തുടുതുടുപ്പിലോ പടിവാതിൽക്കൽ എത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ ബന്ധങ്ങളുടെ ഭാഗ്യോദയങ്ങളിലോ എവിടെയാണ് ഈ പറഞ്ഞ വേദനകളും സങ്കടങ്ങളും മുറിവുകളും? നിനക്ക് മാത്രമായി ഈശ്വരൻ തന്ന ഈ ശാപങ്ങൾ? അതിന്റെ ഒടുവിലത്തെ ഭാഗം കേട്ടതുപോലെയായിരുന്നു മറുപടി. എനിക്ക് അല്ലെന്ന് എനിക്ക് എന്നും അറിയും. എന്നെ സ്നേഹിച്ചിരുന്ന മറ്റൊരു നിർഭാഗ്യവാനും ഈ ഈശ്വരവിധിയും ശാപവും ഏറ്റിട്ടുണ്ടെന്നും അറിയും. അയാളുടെ വാക്കുകളിൽ പരിഹാസവും വെറുപ്പും പുഴക്കമുണ്ടാക്കി. സമാധാനം, സ്വാന്തനം മറ്റൊരുത്തനെ കൂടി നശിപ്പിക്കുവാൻ കഴിഞ്ഞു ഇല്ലേ? ഈശ്വരവിധി, ശാപം, സന്തോഷം, ഏതായാലും അതെല്ലാം ഇപ്പോൾ കഴിഞ്ഞ കഥകളല്ലേ. പറയൂ, എന്തിനിപ്പോഴിവിടെ വന്നു? ഒരിക്കലും പുറത്തു കടക്കാനാവാത്തതെന്ന് കേട്ടിരുന്ന വീട്ടുതടങ്ങളിൽ നിന്ന് എങ്ങനെ സ്വസൗകര്യാർത്ഥം പുറത്തിറങ്ങി? ഇനിയെങ്കിലും ആയേക്കുമെന്ന ശുദ്ധമായ ആഗ്രഹത്തോടെ അവൾ പതുക്കെ തുടങ്ങി. എന്തിനു വന്നുവെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? കാണുവാൻ, സംസാരിക്കുവാൻ, മനസ്സിന്റെ ഭാരം കുറെയെങ്കിലും ഒഴിവാക്കുവാൻ. എൻ്റെ വിവാഹമാണല്ലോ. കുറെ കൂട്ടുകാരെ നേരിൽ ക്ഷണിക്കുവാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയതാണ്. അനിയത്തി ലക്ഷ്മി കൂട്ടത്തിലുണ്ട്, പുറത്തിരിക്കുന്നു. കപടമായ സന്തോഷം കാണിക്കുന്ന പൊള്ളയായ ചിരിയോടെ അയാൾ ചോദിച്ചു. ഓഹോ, ഭവതിയുടെ വിവാഹമോ? എന്ന്? ആരാണ് ഭാഗ്യവാനായ ആ വരൻ? ചോദ്യത്തിലെ പരിഹാസവും പുച്ഛവും കുത്തും വ്യക്തമായിരുന്നുവെങ്കിലും ദയനീയതയോടെ അവൾ തീയതിയും വരന്റെ പേരും പറഞ്ഞു. മുഴുവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അയാൾ ഇടയ്ക്ക് കയറി. എൻ്റെ അഭിനന്ദനം ആ മഹാഭാഗ്യവാനെ അറിയിക്കൂ. അവളുടെ കയ്യിലെ കടലാസ് കൂടി ചൂണ്ടി ചോദിച്ചു. കയ്യിലിരിക്കുന്നത് വിവാഹത്തിന്റെ ക്ഷണക്കത്തുകളാണല്ലേ? ഹായ്, എന്നെ പഴയ കൂട്ടുകാരിൽ ഒരാളായി കരുതി ഒരു കാർഡ് എനിക്കും തരുന്നേ പ്ലീസ്. എൻ്റെ പേര് എൻ മോഹനൻ. ഒരു കവറിൽ പേരെഴുതി ഒരു കാർഡ് എനിക്കും തരുന്നേ പ്ലീസ്. ഇത്രയും വലിയ ഒരാൾ ക്ഷണിച്ചൂന്ന് എനിക്കും തോന്നട്ടെ. ആ വാക്കുകളുടെ രൂക്ഷത വ്യക്തമാക്കി തന്നു. ഇനി ഇവിടെ സമയം വ്യർത്ഥമാക്കേണ്ടതില്ല. അവൾ ഒരു നിമിഷവും കളയാതെ എഴുന്നേറ്റ് നിന്നു. വല്ലാതെ വിഷാദവും മുറിവും കലർന്ന വാക്കുകളിൽ പറഞ്ഞു. അരുത് മോഹൻ, ഇത്രയും ക്രൂരത അരുത്. പണ്ട് സ്നേഹിച്ചിരുന്ന ആളാണെന്ന കാരുണ്യമെങ്കിലും കാണിച്ചുകൂടെ? അതേ വേദനയും മുറിവും കലർന്ന വാക്കുകളിൽ തന്നെ തിരിച്ചടിച്ചു. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇത്രയും ക്രൂരത അരുത്. പണ്ട് സ്നേഹിച്ചിരുന്ന ആളാണെന്ന കാരുണ്യമെങ്കിലും കാണിക്കണം. അവൾക്ക് മനസ്സിലായി. ഒരിക്കലും തുറക്കപ്പെടുകയില്ലാത്ത വാതിലിലാണ് തലയിട്ടടിക്കുന്നത്. ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. പുറത്തേക്ക് നടന്നു. അയാൾ കേൾക്കത്തക്ക വിധത്തിൽ തന്നെ സ്വയം പറഞ്ഞുകൊണ്ട്. വേണം, എനിക്കിത് വേണം. ഒരു മാപ്പും ഒരിക്കലും കിട്ടുകയില്ലാത്ത ജീവിതം. ശപിക്കപ്പെട്ട ജീവിതം. ആർക്കും വേണ്ടാത്ത ജീവിതം. അയാൾ ഒന്നും മിണ്ടാതെ ഇരുന്നു നോക്കിക്കേട്ടു. അവൾ പോയി കഴിഞ്ഞിരുന്നു. ക്യാബിന്റെ ഹാഫ് ഡോറുകൾ തമ്മിൽ കൂട്ടിയുരയുന്നതിന്റെ കരകര ശബ്ദം കുറെ നേരം കേട്ടു. പിന്നെ ആ ചലനവും ശബ്ദവും നിലച്ചു. അയാൾ നോക്കിക്കൊണ്ടേയിരുന്നു. ഒരു കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു.